എന്നെ അറിയില്ലേ? ഞാൻ കാഞ്ചനമാല. നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് മാലയോഗം ഉണ്ടാക്കി കൊടുക്കലാ എന്റെ പണി. അവിടെ നിക്കേ. മോളെ മോളെ, മോളോടൊരു വിശേഷപ്പെട്ട വിശേഷം പറയാന് ഈ കാഞ്ചനമാല ഇവിടെ കാത്തു നിന്നത്. കാത്തു നിക്കേ? എന്തിനത്? രഞ്ജിനി, പള്ളിക്കര രാമൻപിള്ളയുടെ മകള്, പള്ളി ആശുപത്രിയിലെ നഴ്സ്. അതെ. കുഞ്ഞിനെ ഒരാൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആര്? ഭയങ്കര ഉദ്യോഗസ്ഥനാ, ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറാ. കാണാനോ മിടുക്കൻ, കുടുംബവും അടിപൊളി. ചെറുക്കന്റെ അമ്മാവനോ ഡെപ്യൂട്ടി തഹസീൽദാരായിരുന്നു. ഇതൊക്കെ എന്നോട് എന്തിനാ പറയണേ? വേണമെന്ന് വെച്ചാ വീട്ടിൽ അച്ഛനോട് ചെന്ന് പറയേ. അച്ഛനോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൊച്ചിന്റെ താല്പര്യമല്ലേ മുഖ്യം. അച്ഛന്റെ അമ്മയുടെയും താല്പര്യം തന്നെയാ എനിക്ക്. എന്നാലും മോക്ക് സ്വന്തമായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ലേ? മോടെ താല്പര്യം അറിയാനാ ഞാനിവിടെ കാത്തു നിന്നത്. വ്യക്തമായിട്ട് എന്തെങ്കിലും പറ. അത് പറയാൻ താൻ ആരാ? എന്നെ അറിഞ്ഞൂടെ? പിന്നെ മഹാരാജാവില്ലയോ? കാണുമ്പോ തന്നെ അങ്ങോട്ട് അറിയാലേ. ഈ കുട്ടിക്കറിയാം. എന്നെ അറിഞ്ഞൂടെ മോളെ? അറിയില്ല. അതിനേക്കാൾ മുമ്പ് ഈ കൊച്ചിന് എന്നെ അറിയാം. പവൻ മാരേജ് ബ്യൂറോ ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്റെ ഈ കക്ഷിയുടെ പിന്നാലെ കൂടി ശല്യം ചെയ്താലേ നടപടി ഉണ്ടാവും പറഞ്ഞേക്കാ. കടന്നു പോടാ എന്റെ മുമ്പിൽ നിന്ന്. ഒരു നടപടി? എന്റെ വഴി മുടക്കി കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കിയതിന് നിനക്കെതിരെ നടപടി എടുക്കും ഞാൻ. അതെന്ത് വേണമെങ്കിലും ചെയ്തട്ടാ, പക്ഷെ എന്റെ കക്ഷി അങ്ങ് വിട്ടുപിടി. നിന്റെ കക്ഷിയോ? അതെ, എന്റെ കക്ഷി. അതിന് കല്യാണം ഉറപ്പിച്ചിട്ടില്ലല്ലോടാ. ഉറപ്പിച്ചാലില്ലെങ്കിലും എന്റെ കക്ഷി തന്നെട്ടാ. ഈ കൊച്ചാരുടെ സ്വകാര്യ സ്വത്തൊന്നുമില്ല. ഇവളെ കല്യാണം കഴിപ്പിക്കാൻ എനിക്കുണ്ട് അവകാശം. ഞാനും ബ്രോക്കർ, നീയും ബ്രോക്കർ. ബ്രോക്കർ തള്ളയുടെ മറ്റവൻ. ഗെറ്റ് ഔട്ട് യു ബ്രോക്കർ. ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കണ. എന്നോട് കളി വേണ്ടട്ടാ. വേഗം സ്ഥലം വിടുന്നതാ നല്ലതല്ലേ. ഈ കൊച്ചുകൊണ്ട് വർത്താനം പറഞ്ഞ് തീർത്തിട്ട് ഞാൻ പോകുന്നുള്ളൂ. നീ എന്തോ ചെയ്യും? രാമൻ പിള്ളയുടെ ഈ മോളെ എന്റെ ഒരു പയ്യനെ കൊണ്ട് ഞാൻ കെട്ടി. ഞാൻ ആഞ്ഞിരി വീട്ടിൽ കാഞ്ഞരമാല ആണെങ്കിൽ പരദൈവങ്ങളാണ് സത്യം. ഈ കൊച്ചിന്റെ കല്യാണം ഞാൻ നടത്തൂടാ. എന്ന തേവാരപ്പള്ളി സുഗുണൻ എന്ന ഞാൻ ശപഥം ചെയ്യണു. എന്റെ പവൻ മാരേജ് ബ്യൂറോ ആണ് സത്യം. രാമൻ പിള്ളയുടെ മോളാണ് സത്യം. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിക്കില്ല. ഹലോ രാമപിള്ള ചേട്ടൻ, എന്നാ കൂട്ടത്തിൽ ഇത് കൂടി ഓടാ.